ഇതുപോലെ ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ചെറിയൊരു കഷ്ണം മത്തങ്ങയാണ് അങ്ങനെ ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 ചെറിയുള്ളി ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. 4 പച്ചമുളകാണ് കീറിയിടുന്നത്. എരി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ഇടാം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് വേവുന്നതിന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മത്തങ്ങ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ മത്തങ്ങ നല്ലതുപോലെ വെന്ത് വരും. മത്തങ്ങ വെന്ത് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു 2 പിടി തേങ്ങയും കുറച്ച് നല്ല ജീരകം, ചെറിയ ജീരകം എടുത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇപ്പം മത്തങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തവി വെച്ചിട്ട് തന്നെ അതിൽ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. എല്ലാം ഒന്നും ഉടച്ചു കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒത്തിരി ലൂസാക്കി എടുക്കണ്ട. ഇനി ഈ തേങ്ങ അരച്ച് ചേർത്ത ശേഷം അങ്ങോട്ട് ഒത്തിരി തിളച്ച് മറിയാൻ അനുവദിക്കരുത്. ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തിളവെന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതിലേക്ക് കടുക് കാച്ചി ഒഴിക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക്, ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു 5-6 ചുവന്നുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മുളക് പൊടി ഒന്ന് ചൂടുള്ള എണ്ണയിലിട്ട് മൂപ്പിച്ച ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല രുചിയുള്ള മത്തങ്ങ കറിയാണിത്. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് ഉപയോഗിച്ചാൽ മതി. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നല്ലൊരു കറിയാണിത്.